ഹലോ കൂട്ടുകാരെ, കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യക്കുട്ടൻ കളിയരങ്ങിന് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥന തുടങ്ങി. അടുത്തതായി ഉദ്ഘാടന ചടങ്ങായിരുന്നു. ആദ്യക്കുട്ടൻ്റെ ഉദ്ഘാടന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ആദ്യക്കുട്ടൻ അതിൻ്റെ ഫ്രണ്ടിൽ ബലൂൺ എടുക്കാൻ പോയതാണ്. അപ്പോൾ അവർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആദ്യക്കുട്ടനെയും കൂടി സ്റ്റേജിലേക്ക് കയറ്റി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ആദ്യക്കുട്ടൻ കളിയരങ്ങിന് പോകുമ്പോഴോ അവിടെ നിന്ന് കളിക്കുമ്പോഴോ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഈ വേദിയിലേക്ക് ആദ്യക്കുട്ടനെയും കൂടി പങ്കെടുപ്പിച്ചതിന് എല്ലാവർക്കും കുട്ടീസിൻ്റെ വക നന്ദി പറയുന്നു. ആദ്യക്കുട്ടന് ഈ ദീപം കൊളുത്തി കഴിഞ്ഞപ്പോൾ അവൻ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു പിന്നെ ഇറങ്ങാമെന്ന്. അപ്പോൾ അവന് ചാടുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവനെ ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ഓരോ അംഗനവാടിക്കാരുടെയും പരിപാടി തുടങ്ങി. ആദ്യക്കുട്ടനാണെങ്കിൽ അടങ്ങിയൊരു സ്ഥലത്തിരുന്നിട്ടില്ല. ഓരോ അംഗനവാടികളുടെയും പേര് വിളിക്കുമ്പോൾ അവിടെ പരിപാടി നടത്താനുള്ള കുട്ടികളെല്ലാം വന്ന് പരിപാടി നടത്തിയേച്ചും പോകും. പല കുട്ടികളും പഠിച്ചിട്ടൊക്കെ വന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവർ സ്റ്റേജിൽ നിന്നപ്പോൾ പാടിയില്ല. ഇവനാണെങ്കിൽ വീട്ടിൽ കിടന്ന് അമ്മ പാടാൻ പറഞ്ഞിട്ട് ഇവൻ പാടുന്നില്ലായിരുന്നു. പക്ഷേ സ്റ്റേജിൽ ചെന്നപ്പോൾ ആൾ നന്നായിട്ട് പാടി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഫാൻസി ഡ്രസ്സായിരുന്നു. ഒരു പുലിയും അവരൊരു കാടായിരുന്നു ഉദ്ദേശിച്ചത്. ഒരു കാക്കയും ഒരു പുലിയും കടുവയും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു കൃഷ്ണനും രാധയും വന്നു. മിക്ക കുട്ടികളും കരച്ചിലോട് കരച്ചിലായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടാൽ. രണ്ട് ആദ്യക്കുട്ടന്മാർക്കും സ്റ്റേജിൽ നിന്ന് പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ കൊണ്ട് അവനെ സ്റ്റേജിൽ നിർത്തിയേക്കുകയാണ്. ലഞ്ച് ബ്രേക്കിന് മുമ്പ് പാട്ടൊക്കെ ഇട്ട് കൊച്ചുങ്ങൾ തുള്ളാൻ തുടങ്ങി. പക്ഷെ ആദ്യക്കുട്ടൻ മാത്രം തുള്ളിയില്ല. പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടനും മറ്റേ ആദ്യക്കുട്ടനും കൂടി പാട്ട് പാടാൻ സ്റ്റേജിൽ കയറി നിന്നു. ആർക്കും മൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് മത്സരിച്ച് എല്ലാ കുട്ടികൾക്കും മെഡൽ കൊടുത്തു. ഓരോ അംഗനവാടിക്കാരെ വിളിച്ചിട്ടായിരുന്നു മെഡൽ കൊടുത്തത്. അങ്ങനെ കുട്ടികളെല്ലാവരും ഹാപ്പിയായിരുന്നു. ആദ്യമായിട്ടാണ് അംഗനവാടികളുടെ കലോത്സവം നടത്തുന്നത്. കളിയരങ്ങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കുട്ടീസിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.